ഹലോ എവരി വൺ 2085 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കോട്ടയാട് ഹൗസിൻ്റെ പ്ലാനിങ്ങും അതുപോലെ ഇതിൻ്റെ എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക, അതുപോലെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ കോട്ടയാടിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ഈ പ്ലേസ്മെൻറ്റ് വഴി മാക്സിമം നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ വെന്റിലേഷൻ, അതുപോലെ ബാക്കിയുള്ള വിൻഡോസിൻ്റെ പ്ലേസ്മെൻറ്റ്, നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ള വിൻഡോസിൻ്റെ പ്ലേസ്മെൻറ്റ്, ഡോർസിൻ്റെ പ്ലേസ്മെൻറ്റ്, ഫർണിച്ചർ പ്ലേസ്മെൻറ്റ്, അതുപോലെ രണ്ട് മൂന്ന് ലെവൽസ് ഈ വീടിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വാക്ക് ത്രൂ വീഡിയോ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ പേര് രാഹുൽ. വെൽക്കം ടു ദ ഡ്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പ്ലാനിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1501 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 370 സെൻറ്റിമീറ്റർ നീളത്തിലും 200 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് നമ്മളൊരു സിറ്റ് ഔട്ട് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് സൈഡിൽ ഒരു കാർ പോർച്ച് സ്പേസ് 380 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 460 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഒരു കാർ പോർച്ച് സ്പേസും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഡിസൈനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്ന സമയത്ത് ഈ ഒരു ഭാഗമായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നു. ഇതൊരു ഫോർമൽ ലിവിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, കാരണം നമുക്കൊരു ഫാമിലി ലിവിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ, ഇതൊരു ഓപ്പൺ സ്റ്റെയർ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ്, കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3D വരുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫാസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 480 സെൻറ്റിമീറ്റർ നീളത്തിലും 420 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടാണ് ഈ ഒരു സ്പേസിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കോട്ടയാട് സ്പേസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 150 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയാട് സ്പേസിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോൾ 300 സെൻറ്റിമീറ്റർ നീളവും 430 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫാസ്, അതുപോലെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള TV യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്പേസിനകത്ത് കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാനും വേണ്ടി മാത്രം നമുക്ക് അവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന 410 സെൻറ്റിമീറ്റർ നീളത്തിലും 340 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിനുള്ള പൊസിഷനും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഓപ്പൺ കിച്ചൺ മാതൃകയിലുള്ള ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് നമ്മുടെ ഇതിൻ്റെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ഈ ഒരു കിച്ചണോടനുബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. 400 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 300 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു കിച്ചൺ സ്പേസിനകത്ത് വരുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ എന്ന പോലെ ഫ്രിഡ്ജ്, സിങ്ക്, സ്റ്റൗ നമ്മുടെ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ കിച്ചണിനകത്ത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വർക്കിംഗ് കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 330 സെൻറ്റിമീറ്റർ നീളവും 200 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിന് വരുന്നത്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വീടിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 330 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 420 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് 220 സെൻറ്റിമീറ്റർ നീളത്തിലും 150 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നു. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 330 സെൻറ്റിമീറ്റർ നീളവും 380 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ചിട്ടും 220 സെൻറ്റിമീറ്റർ നീളത്തിലും 150 സെൻറ്റിമീറ്റർ വീതിയോടും കൂടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മുടെ ഡിസൈനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ 584 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ കവർ ചെയ്യുന്നത്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ കയറി മുകളിലെത്തുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ലൈബ്രറി സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 350 സെൻറ്റിമീറ്റർ നീളവും 200 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ലൈബ്രറി സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കാർ പോർച്ചിന് മുകളിലായിട്ട് വരുന്ന ഓപ്പൺ ടെറസിലേക്ക് നമ്മുടെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും, ഒരു ഡോറ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
അത് കഴിഞ്ഞ് പിന്നെയും 2 സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 300 സെന്റിമീറ്റർ നീളവും 340 സെന്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലാണ് അപ്പർ ലിവിങ്ങിന്റെ സ്പേസിങ്ങും കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഈ ഒരു ബെഡ്റൂം 330 സെന്റിമീറ്റർ നീളവും അതുപോലെ 420 സെന്റിമീറ്റർ വീതിയും വരുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസ്, ഒരു സ്ലൈഡിംഗ് ഡോർ ഒക്കെ കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസും നമ്മൾ ഈ ഒരു ബെഡ്റൂമിനോടനുബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. 330, അതായത് നമ്മുടെ റൂമിന്റെ വീടും പിന്നെ ഒരു 100 സെന്റിമീറ്റർ ഡെപ്തും വരുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസും നമ്മൾ ഈ ഒരു റൂമിനോടനുബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് 220 സെന്റിമീറ്റർ നീളം അതുപോലെ 150 സെന്റിമീറ്റർ വീതിയോടും കൂടിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് പുറകിലുള്ള ഓപ്പൺ ടെറസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഡോറിന്റെ പ്ലേസ്മെന്റും ചെയ്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈൽ എന്നാൽ കുറച്ച് റസ്റ്റിക് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് എലിവേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂമിന്റെ പുറത്തോട്ട് നിൽക്കുന്ന ഈ ഒരു ബാൽക്കണീനെ ഈ ഒരു ബോക്സ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ വരുന്ന ഈ ഒരു ക്ലറസ്റ്ററി വിൻഡോ നമ്മുടെ മെയിൻ റൂഫിൽ നിന്ന് ടോപ്പ് റൂഫിൽ നിന്ന് ഒരു കാൻഡിലിവർ സ്ട്രക്ചർ പുറത്തോട്ട് ചാടിച്ചിട്ട് അവിടെ 2 സിലിണ്ട്രിക്കൽ പില്ലേഴ്സ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി നമ്മൾ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിന്റെ പുറത്തോട്ട് വരുന്ന ഈ ഒരു ഭാഗം ബ്രിക്ക് സ്ക്രീൻ പോലെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് നാച്ചുറൽ ലൈറ്റ് വെന്റിലേഷൻ അകത്തോട്ട് കയറാൻ പറ്റുന്ന രീതിയിലും അതുപോലെ ലൈറ്റ് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു ഇന്റർപ്ലേ ഓഫ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സ്പേസ് ആയിട്ട് നമ്മുടെ ഫാമിലി ലിവിങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു വാളിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫാമിലി ലിവിംഗിൽ നിന്ന് വരുന്ന നമ്മുടെ ബേ വിൻഡോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 4 ഷട്ടറോട് കൂടിയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് സ്പേസിന്റെ മുകളിൽ വരുന്ന ഈ ഒരു സ്പേസ് ഇത്രയും സ്പേസ് നമ്മളൊരു ഒറ്റ ബോക്സിങ്ങിനകത്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ കംപ്ലീറ്റ് സ്പേസ് നമ്മളൊരു ഡബിൾ ഹൈറ്റ് ബോക്സിങ്ങിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാർ പോർച്ചിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്ന സമയത്ത് ഗ്യാദർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കാർ പോർച്ചിന്റെ മുകളിൽ വരുന്ന ഈ ഒരു സ്പേസിനെ ഹാൻഡിലേക്ക് വെച്ചിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കാർ പോർച്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്തോട്ട് ചാടി നിൽക്കാത്ത രീതിയിൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷേപ്പിലേക്കാണ് കാർ പോർച്ചിനാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അകത്തോട്ട് കടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഫാമിലി ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. 5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു 3 സീറ്റർ സോഫ, 2 സിംഗിൾ സീറ്റർ വുഡൻ ചെയർസ്, മെഡിറ്ററേനിയൻ ടൈപ്പ് രീതിയിലുള്ള ചെയേഴ്സും കാര്യങ്ങളൊക്കെ, മിഡ് മോഡേൺ സെഞ്ചുറി ആ ഒരു തീമിൽ വരുന്ന രീതിയിലുള്ള ഒരു ലാമ്പ് ഷെയ്ഡ് ഒക്കെ കൂടി നമ്മൾ ഈ ഒരു ഫോർമൽ ലിവിങ്ങിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മുകളിലോട്ട് കയറി പോകാൻ പറ്റുന്ന സ്റ്റെപ്പ് ഡബിൾ ഹൈറ്റ് രീതിയിലാണ് ഈ ഒരു സ്പേസിന്റെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമായിട്ട് റോ ഫിനിഷിൽ കോൺക്രീറ്റ് ഫിനിഷ് വരുന്ന രീതിയിൽ കോൺക്രീറ്റ് സിമെന്റ് ഫിനിഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഫുൾ സ്ട്രക്ചർ വാള്, അതുപോലെ സീലിങ്ങിനകത്താണെന്നുണ്ടെങ്കിലും സെയിം ഫിനിഷ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോർട്ട്യാർഡ് പ്ലേസ്മെന്റ് വരുന്നു. മാക്സിമം നാച്ചുറൽ ലൈറ്റ് നമ്മുടെ ടോപ്പ് പോർഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ ലൈറ്റും അതുപോലെ ഈ ഒരു ബ്രിക്ക് പാറ്റേൺ വഴി നാച്ചുറൽ വെന്റിലേഷനും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡിന്റെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഈ കോർട്ട്യാർഡ് നമ്മുടെ ഫോർമൽ ലിവിങ്ങിനകത്തേക്കും അതുപോലെ ഡൈനിങ് സ്പേസ്, ഫാമിലി ലിവിങ്, കിച്ചണിലേക്ക് ഒക്കെ ആയിട്ടും മാക്സിമം ലൈറ്റും വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ, പിന്നെ ഒരു സിംഗിൾ ചെയർ, ഒരു പെഡസ്റ്റൽ ലാമ്പ്, പിന്നെ നമ്മുടെ ടി വിക്ക് വരുന്ന ഒരു കൺസോള്, വാൾ ഹാങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടി വി വാൾ ഹാങ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസോളിന്റെ മുകളിൽ തന്നെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള ടി വിയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രീന്. ഇതിനകത്ത് കൂടി നമുക്ക് മാക്സിമം ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഈ ഒരു ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സ്റ്റെയറിന്റെ അടിയിൽ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ആയിട്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറിന്റെ അടി വരുന്ന ഈ ഒരു ഭാഗം.
നമ്മുടെ ഫോർമൽ ലിവിങ്ങിൻ്റെ അകത്തുനിന്ന് ഒരു സിംഗിൾ ലൈനിലായിട്ടാണ് ഡൈനിങ് സ്പേസും അതുപോലെ ഓപ്പൺ കിച്ചണും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ടേബിളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു നിഷ് പോലെയുള്ള ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. അതായത് മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിൽ, പെട്ടെന്നൊന്നും കാണാത്ത രീതിയിലാണ് ഒരു വാഷ് ബേസിൻ്റെ സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും ബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 2 കളർ തീമിലായിട്ട്, അതായത് നമ്മുടെ മെയിൻ കൗണ്ടറിൽ വരുന്ന ഭാഗത്തേക്ക് ഒരു സ്കൈ ബ്ലൂ കളറുള്ള ഷട്ടേഴ്സും അതുപോലെ അതിൻ്റെ മുകളിൽ വരുന്ന ഓവർ ഹെഡ് കൗണ്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് വുഡ് വെച്ചിട്ടുള്ള ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നു. ഒരു സൈഡിൽ മാത്രമായിട്ട് വരുന്ന കൗണ്ടർ, താഴെ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ കൗണ്ടർ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വർക്കിംഗ് കിച്ചണും നമ്മൾ ഈ ഒരു വീടിനകത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന സമയത്ത് വല്ലാതെ കുറേ എലമെൻസും കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഒരു ബെഡ്, 2 സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾ, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിററിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു ടേബിൾ നമുക്ക് മേക്കപ്പ് ടേബിളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു കൺസോളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റഡി ചെയർ, ഒരു സ്റ്റഡി ടേബിൾ, സ്റ്റഡി ചെയർ, നമ്മുടെ വാർഡ്രോബ് സ്പേസ്, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എലമെൻസോ ഷോ എലമെൻസോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റ്, അണ്ടറിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ക്യാബിനറ്റ് ആയിട്ട് ഈ ഒരു പോർഷനും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫുൾ സൈസ് വരുന്ന ഒരു 5 ഷട്ടറോട് കൂടിയിട്ടുള്ള വിൻഡോ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഈ വീടിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഈ ഒരു റൂമിനകത്ത് വരുന്നത്. രണ്ടാമത്തെ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം പാറ്റേണിൽ തന്നെയാണ് ബെഡ് സൈഡ് ടേബിൾസ്, സ്റ്റോറേജ്, ബെഡ് സൈഡ് സ്റ്റോറേജ്, പിന്നെ ഒരു മിറർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു ക്യാബിനറ്റ് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ടോയ്ലറ്റിനകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ, മിറർ, അതുപോലെ നമ്മുടെ ക്ലോസറ്റ്, നമ്മുടെ വാൾ ഹങ് ആയിട്ടുള്ള WC, ഈ ഒരു ഷവർ ഏരിയനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനകത്തും ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഈ ഒരു രീതിയിലകത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ടോയ്ലറ്റിനകത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷവർ ഏരിയനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് വെച്ചിട്ട് ഒരു ഡോറ് വെച്ചിട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇനിയിപ്പോൾ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ടൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മുകളിൽ വരുന്നത് ഒരു ഗ്രേ ടൈലാണെന്നുണ്ടെങ്കിൽ താഴെ വരുന്നത് കുറച്ച് പാറ്റേൺസ് ഒക്കെ വരുന്ന രീതിയിലുള്ള റൈസേഴ്സിന് വരുന്നത് പാറ്റേൺ ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ വരുന്ന രീതിയിൽ വരുന്ന സമയത്ത് MS ചെയ്തെടുക്കാൻ പറ്റുന്ന ഹാൻഡ് റെയിൽ, അതിൻ്റെ മുകളിൽ ഒരു വുഡൻ ബീഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളത്. MS നമ്മളൊരു ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ടീൽ കളറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈബ്രറി സ്പേസ്. അത്യാവശ്യം ബുക്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു റാക്ക്, പിന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ച് ചെയർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലൈബ്രറി സ്പേസിനകത്ത് വരുന്നത്. അതുപോലെ ഈ ഒരു രീതിയിൽ നമ്മുടെ കാർ പോർച്ചിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന, ഈ ഒരു ടെറസിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈബ്രറി സ്പേസ് കഴിഞ്ഞ് പിന്നെയും മുകളിലോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വരുന്നത്. ഒരു സോഫ, പിന്നെ നമ്മുടെ കോസി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെഡസ്റ്റൽ ലാമ്പ്, അതുപോലെ ഈ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട് ഒരു ബേ വിൻഡോ പോലെ ഒരു സീറ്റിംഗ് സ്പേസ്, അല്ലാന്നുണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും എടുത്ത് കൊടുത്തിട്ട് ഒരു ബേ വിൻഡോ പോലെ ഒരു സെറ്റപ്പ് നമ്മൾ ഈ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഡോറും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിനകത്തോട്ട് കയറുമ്പോൾ താഴത്തെ ബെഡ്റൂമിനകത്തൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള സെയിം ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളാണ് ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് 2 ബെഡ് സൈഡ് ടേബിൾസ്, ഒരു മിറർ, സ്റ്റോറേജ് ക്യാബിനറ്റ്, അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് എന്താ പറയുക, സ്റ്റഡി ടേബിള്, സ്റ്റഡി ചെയർ,
പിന്നെ ഒരു വാർഡ്രോബ് സ്പേസ്, പിന്നെ ഒരു സ്റ്റോറേജ്, ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ്, വേറൊരു സ്റ്റോറേജ് ടൈപ്പ് ഇതും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം ലേഔട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഗ്ലാസ് പാർട്ടീഷൻസും അതുപോലെ വാഷ് ബേസിന് WC ഒക്കെ നമ്മൾ ഈ ഒരു ടോയ്ലറ്റിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി സ്പേസ് നമ്മുടെ ബെഡ്റൂമിനകത്ത് വരുന്നുണ്ട്. ഏകദേശം 100 സെന്റിമീറ്റർ, ഒരു 1 മീറ്ററോളം വിടുത്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണെന്നുണ്ടെങ്കിലും അകത്ത് കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഹാൻഡ് റെയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് സെക്യൂർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ വീഡിയോകൾ കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. ഏതെങ്കിലും രീതിയിലായിട്ട് അവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ വീട് കെട്ടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണ്, കയ്യിലൊരു പ്ലാൻ ഇരിക്കുന്നുണ്ട്, അത് ഇതുപോലെ 3Dയിൽ വിഷ്വലൈസ് ചെയ്തൊരു വാക്ക് ത്രൂ ആയിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് ഈ പ്ലാൻ ഇതിലേക്ക് ഫോർവേഡ് ചെയ്ത് തരാം. സെലക്ട് ചെയ്യപ്പെടുന്നത്, അതായത് നമ്മുടെ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതുപോലെയുള്ള പ്ലാനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.